അഹമ്മദാബാദില് വലിയ രൂപത്തിൽ ദുരന്തത്തിനിടയാക്കിയ എയർ ഇന്ത്യ വിമാനത്തിന്റെ അറ്റകുറ്റപ്പണിയിൽ വീഴ്ച വരുത്തി എന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ട് തുർക്കിയും രംഗത്ത് വരുന്നുണ്ട് കേട്ടോ. തുർക്കി പറ്റിച്ച പണിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ബോയിങ് 787-8 ഡ്രീം ഇതിന്റെ ലൈനറിന്റെ അറ്റകുറ്റപ്പണിയില് തങ്ങളുടെ കമ്പനിക്കു പങ്കില്ല എന്നാണ് തുർക്കിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്റർ ഫോർ കൗണ്ടറിംഗ് ഡിസ്ഇൻഫർമേഷൻ അറിയിക്കുന്നത്. ഇന്ത്യ തുർക്കി ബന്ധം വഷളാക്കുന്നതിനെ ഉദ്ദേശിച്ചിട്ടുള്ള പ്രചാരണമാണെന്നും തകർന്നു വീണ വിമാനം തുർക്കിഷ് കമ്പനിയാണ് പരിപാലിച്ചത് എന്ന വാദം തെറ്റാണെന്നും അവർ പറയുന്നു. ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം അഹമ്മദാബാദിൽ തകർന്ന് 294 പേര് കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തുർക്കിക്കെതിരെ ശക്തമായിട്ടുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇതിന് പിന്നാലെ എക്സിൽ വിശദീകരണവുമായി കമ്പനിയും രംഗത്ത് വരികയായിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് സർദാർ വല്ലഭായി പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന് നിമിഷങ്ങൾക്കുള്ളിൽ അഹമ്മദാബാദിൽ നിന്നുള്ള വിമാനം BJ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ സമുച്ചയത്തിന്റെ പരിസരത്ത് ഇടിച്ചു കയറുന്നു. ഒരു യാത്രക്കാരൻ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. ഇത് 3 ദിവസം മുമ്പ് ഇവിടെ ഇരുന്നൊരു മലയാളി പ്രവചിക്കുന്നു. 3 ദിവസത്തിനകത്തൊരു വലിയ വിമാനാപകടം നടക്കാനുണ്ടെന്നും അതിൽ ഒരു മലയാളി ഒരാളു മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുമെന്നും മലയാളി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ലോകത്തെ അറിയിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിന്റെ ഗൂഢാലോചനകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. അതിന്റെ അലയൊലികളാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടത്. പെട്ടെന്നൊരാൾക്ക് വരാൻ പോകുന്ന കാര്യത്തെ മുൻകൂട്ടി അങ്ങനെ അങ്ങ് പ്രവചിക്കാൻ പറ്റുമോ? ഒരു വിമാനാപകടം 3 ദിവസത്തിനകം നടക്കുമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരാളു മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടും എന്നതടക്കമുള്ള വിഷയങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്തു മനസ്സിലാക്കണം? അതിന്റെ ഗൂഢാലോചനയിൽ കേരളത്തിനും പങ്കുണ്ട് എന്ന്. 2024-ലും 2025-ലും എയർ ഇന്ത്യയും ടർക്കിഷ് ടെക്നിക്കും തമ്മിലുണ്ടായ ചില കരാറുകളുണ്ട്. B777 ടൈപ്പ് വൈഡ് ബോഡി വിമാനങ്ങൾക്ക് മാത്രമായിട്ട് അറ്റകുറ്റപ്പണി സേവനങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അപകടത്തിൽപ്പെട്ട ബോയിങ് 787.8 ഇതിന്റെ ഡ്രീം ലൈനർ ഈ കരാറിന്റെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് പറയുന്നത്. ഇന്നുവരെ ഇത്തരത്തിലുള്ള എയർ ഇന്ത്യ വിമാനത്തിനും ടർക്കിഷ് ടെക്നിക് അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ നൽകുന്ന വിശദീകരണ കുറിപ്പിൽ ഇവർ പറയുന്നത്. തകർന്ന വിമാനത്തിന്റെ ഏറ്റവും പുതിയ അറ്റകുറ്റപ്പണി നടത്തിയ കമ്പനിയെ കുറിച്ച് അറിയാം, എന്നാൽ ഇതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ഉചിതമല്ല എന്നും തങ്ങളുടെ പരിധിക്ക് അപ്പുറമാണ് കാര്യമെന്നും ടർക്കിഷ് ടെക്നിക് പറയുന്നു. അന്താരാഷ്ട്ര വേദിയിൽ തുർക്കിയെ പ്രതിനിധീകരിക്കുന്ന തങ്ങളുടെ മുൻനിര ബ്രാൻഡുകളുടെ പ്രശസ്തിയെ ലക്ഷ്യം വെച്ചിട്ടുള്ള ശ്രമങ്ങളെ തുടർന്നും നിരീക്ഷിക്കുമെന്നാണ് അവർ പറയുന്നത്. ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തുർക്കിയിലെ ജനങ്ങൾ എന്ന നിലയിൽ ഈ ദാരുണമായ വിമാന അപകടത്തിൽ ഇന്ത്യൻ ജനതയുടെ ദുഃഖത്തിൽ ഞങ്ങൾ ആത്മാർത്ഥമായി പങ്കുചേരുന്നു എന്നാണ് അവരെഴുതുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ തുർക്കി പാകിസ്ഥാനെ പിന്തുണച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ 9 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെ സേവനങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ഒരു തുർക്കി സ്ഥാപനത്തിന് സുരക്ഷാ അനുമതി നഷ്ടപ്പെട്ടതിന് ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഈ പ്രസ്താവന വരുന്നത് എന്നത് അടിവരയിട്ട് മനസ്സിലാക്കണം. മെയ് 15-ാം തീയതി സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്നുള്ള ഒരു ഉത്തരവിൽ സെലബി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ സുരക്ഷാ അനുമതി ദേശീയ സുരക്ഷയുടെ താൽപര്യാർത്ഥം ഉടനടി റദ്ദാക്കി എന്ന് വ്യക്തമാക്കിയിരുന്നു. മെയ് 8-ാം തീയതി പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ച ഡ്രോണുകളും ആളില്ലാ വിമാനങ്ങളും തുർക്കി നിർമ്മിതമായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് നിരവധി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ പശ്ചിമേഷ്യൻ രാജ്യത്തേക്കുള്ള യാത്രകൾ പോലും റദ്ദാക്കിയിട്ടുണ്ട്. ഇതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തിൽ തുർക്കിയിൽ ശക്തമായ രൂപത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? അതിൽ കേരളത്തിൽ നിന്നുള്ള മലയാളി പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ തുർക്കി അറ്റകുറ്റപ്പണി നടത്തി എന്ന് പറയപ്പെടുന്ന ഈ വിമാനം ഈ രൂപത്തിൽ അപകടത്തിലാകുമെന്നും ഒരാൾ രക്ഷപ്പെടുമെന്നും എങ്ങനെ ഒരു മലയാളി, ഒരു കൊണ്ടോട്ടിക്കാരൻ എങ്ങനെ പോസ്റ്റ് എഴുതിയിടും എന്നതാണ് ഇവിടുത്തെ ചർച്ച.
വൈഡർ ബോഡി വിമാനങ്ങളായ B777, B787 സീരീസിൽപ്പെട്ട വിമാനങ്ങളുടെ മെയിൻ്റെനൻസ് നൽകിയിരിക്കുന്നത് തുർക്കിയിൽ നിന്നുള്ള ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്നൊരു കമ്പനിയാണ്. ഈ വാർത്ത പുറത്തുവിട്ടത് മറ്റാരുമല്ല, എയർ ഇന്ത്യയുടെ ഈ ഫോറിൻ സിഒ ക്യാമ്പൽ വിൽസൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ക്യാമ്പൽ വിൽസൺ പറയുന്നത് ഈ 2 സീരീസിൽപ്പെട്ട വിമാനങ്ങളുടെ മെയിൻ്റെനൻസ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു കമ്പനി ഇന്ത്യയിൽ ഇല്ല, അതുകൊണ്ടാണ് ടർക്കിഷ് കമ്പനിയായ ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന കമ്പനിക്ക് ഔട്ട്സോഴ്സ് ചെയ്തത്. ഇത് അദ്ദേഹം ഒഫീഷ്യലായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഈ അഹമ്മദാബാദിൽ കത്തിയമർന്ന വിമാനമുണ്ടല്ലോ, അത് B787-8 സീരീസിൽപ്പെട്ട വിമാനമാണ്. അപ്പോൾ ഈ വിമാനം കഴിഞ്ഞ 2 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടർക്കിഷ് ടെക്നിക് എന്ന് പറയുന്ന കമ്പനിയാണ്. നമുക്കറിയാം, തുർക്കി ഇന്ത്യയെ ഒരു ശത്രു രാജ്യമായി കാണുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതായത് പ്യുവർലി ഒരു ആൻറ്റി ഇന്ത്യ സ്റ്റാൻഡുള്ള ഒരു രാജ്യമാണ് തുർക്കി. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ സമയത്ത് പാകിസ്ഥാന് വേണ്ടി ഡ്രോൺ സപ്ലൈ ചെയ്ത ആരാണ്? ഈ ഡ്രോൺ സപ്ലൈ ചെയ്തത് തുർക്കി പ്രസിഡന്റ് എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഉടമസ്ഥയിലെ ഒരു കമ്പനിയാണ്. എന്താണ് ഇപ്പോഴും ആയുധം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡ്രോണുകളും അങ്ങനെ മിസൈൽസ്, ബാലിസ്റ്റിക് മിസൈലൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ തുർക്കിയാണ്, ഈ എർദോഗൻ്റെ മകളുടെ ഭർത്താവിൻ്റെ കമ്പനിയിൽ നിന്നാണ്. അപ്പോൾ അവർ പ്യുവർലി ഒരു ആൻറ്റി ഇന്ത്യ ഒരു സ്റ്റാൻഡുള്ള രാജ്യമാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വിവാദം ഈ ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അത് സെലേബി ഏവിയേഷൻ ഹോൾഡിംഗ് എന്ന് പറയുന്ന കമ്പനി. ആ കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എയർപോർട്ടുകളായ മുംബൈ, ഡൽഹി, ഗോവ, ബാംഗ്ലൂർ, ഹൈദരാബാദ് ഇത്തരം എയർപോർട്ടുകളുടെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റൊരു തുർക്കി കമ്പനിയാണ്, സെലേബി ഏവിയേഷൻ എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം തുർക്കിക്കെതിരെ വ്യാപക പ്രതിഷേധം ഇന്ത്യയിലുണ്ടായി. അപ്പോഴാണ് ഈ വാർത്ത വിവാദമാകുന്നതും. അതിനുശേഷം കേന്ദ്ര സർക്കാർ സെലേബി ഏവിയേഷൻ്റെ സെക്യൂരിറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്തു. സെക്യൂരിറ്റി ലൈസൻസ് ക്യാൻസൽ ചെയ്ത് എന്താ സംഭവിക്കാൻ പോകുന്നത്? അവർക്ക് വളരെ സെൻസിറ്റീവായിട്ടുള്ള സ്ഥലത്ത് പോകാനും സെൻസിറ്റീവായിട്ടുള്ള ഡാറ്റകൾ ആക്സസ് ചെയ്യാനും പറ്റില്ല. പക്ഷേ അവരുടെ ഓപ്പറേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഈ മേൽപ്പറഞ്ഞ എയർപോർട്ടുകളിൽ നിന്നൊക്കെ സെലേബി ഏവിയേഷൻ്റെ ഓപ്പറേഷൻ നിർത്താൻ പോവുകയാണ്. അതായത് തുർക്കിയുമായിട്ട് ഇനി ഒരു പരിപാടിക്കും ഇന്ത്യ ഗവൺമെൻറ് ഇല്ല. തുർക്കി ഒരു ശത്രു രാജ്യം, അതായത് പാകിസ്ഥാനെ കാണുന്ന മാതിരി തന്നെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഇനി മുതൽ തുർക്കിയെ കാണുന്നതും. അതിൻ്റെ ഭാഗമായിട്ട് ഈ ടർക്കിഷ് കമ്പനിയായിട്ടുള്ള എല്ലാ കരാറുകളും റദ്ദ് ചെയ്തിട്ട് അവരുടെ ഇവിടുന്ന് ചാടിക്കാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ അതിനു ഭാഗമായിട്ട് സെലേബി ഏവിയേഷനെ ഫുൾ ഓപ്പറേഷൻ നിർത്താൻ പോവുകയാണ്. അപ്പോൾ സെലേബി ഏവിയേഷൻ കോടതിയിൽ പോയിരിക്കുകയാണ്. ആ കേസ് ഇപ്പോൾ കോടതിയിലുണ്ട്. അപ്പോൾ ഏകദേശം 1-2 മാസത്തിനകം അതിന് തീരുമാനമാകും. അതിനുശേഷം അനുകൂലമായ വിധി വന്നു കഴിഞ്ഞാൽ സെലേബി ഏവിയേഷനെ ഇന്ത്യയിൽ നിന്ന് ഓടിക്കും. അപ്പോൾ എല്ലാ മേഖലയും, സമസ്ത മേഖലയിൽ ഇന്ത്യൻ ഗവൺമെൻറ് തുർക്കി കമ്പനികളെ അവോയ്ഡ് ചെയ്യുന്നു, അതായത് അവരെ ബാൻ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ബിസിനസ്സുകാരും അവിടെ നിന്ന് വരുന്ന മാർബിൾ, ആപ്പിൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ഇപ്പോൾ ഇമ്പോർട്ട് ഒന്നും ചെയ്യുന്നില്ല. അവരായിട്ടുള്ളൊരു ഡീലിനും ഇന്ത്യ നിൽക്കുന്നില്ല. തുർക്കിയിലേക്ക് ടൂർ പോലും പോകരുത്. ഒരുപാട് ടൂറിസ്റ്റുകൾ എന്താ പറയുക, തുർക്കിയിലേക്കും അസർബൈജാനിലേക്കും ടൂറിസ്റ്റുകൾ മാസ് ക്യാൻസലേഷൻ വന്നിരുന്നു, മാസ് ബോയ്ക്കോട്ട് വന്നിരുന്നു. അപ്പോൾ ഇന്ത്യയിൽ തന്നെ പല ഒരുപാട് സെലിബ്രിറ്റികൾ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് നിങ്ങളാരും തുർക്കിക്ക് പോകരുത്, പകരം പല മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോകുക എന്നുള്ള സെലിബ്രിറ്റീസ് ക്യാമ്പയിൻ വരെ ഉണ്ടായി. അത്രത്തോളം ഇന്ത്യ ഇവർക്ക് എഗൈൻസ്റ്റാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഓപ്പറേഷൻ സിന്ദൂരിൽ, അതായത് പെഹൽഗാമിൽ നിരപരാധികളായ 26ഓളം ടൂറിസ്റ്റുകളെ ഹിന്ദു മതം നോക്കിയിട്ട് കൊന്ന ആൾക്കാർക്ക് മറുപടി കൊടുക്കുമ്പോൾ ആ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധങ്ങളും എല്ലാ ടെക്നിക്കൽ ഹെൽപ്പൊക്കെ ചെയ്തൊരു രാജ്യമാണ് തുർക്കി. അപ്പോൾ അങ്ങനെയുള്ളൊരു രാജ്യം നമ്മുടെ രാജ്യത്ത് വന്നിട്ട് പല പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സെൻസിറ്റീവായുള്ള പല പല കോൺട്രാക്റ്റുകളും ചെയ്യുമ്പോൾ അത് ശരിയല്ല. എന്തുകൊണ്ട് അതൊക്കെ ഭാവിയിൽ ഇത്തരത്തിലുള്ള അഹമ്മദാബാദിൽ സംഭവിച്ച കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കമ്പനികളെ കയ്യോടെ എന്താ പറയുക, ഒരു കണ്ണും പൂട്ടി ഇവിടുന്ന് അടിച്ചോടിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ലോക രാജ്യങ്ങൾക്കിടയിൽ ശരിക്കും നാണം കെട്ട 3 രാജ്യങ്ങളാണ്. ഒന്ന് പാകിസ്ഥാൻ, ഒന്ന് ചൈന, ഒന്ന് തുർക്കി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു, പാകിസ്ഥാൻ ഡ്രോണുകളും എന്താ പറയുക ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സപ്ലൈ ചെയ്യുന്നത് തുർക്കിയാണ്. അപ്പോൾ ചൈനയാണ് പാകിസ്ഥാൻ എയർ ഡിഫൻസ് സിസ്റ്റം കൊടുക്കുന്നത്. അപ്പോൾ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അവിടെ എഫക്റ്റീവ് ആയിരുന്നില്ല. പാകിസ്ഥാനെ 23 എയർ ബേസുകളുണ്ട്. ഈ 23 എയർ ബേസുകൾ 19 എയർ ബേസുകൾ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ച് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള കേബിളായ എയർ ബേസുകളാണ്. ഈ 19 എയർ ബേസുകളും ഇന്ത്യ എന്താ പറയുക ഭാഗികമായിട്ടും പൂർണ്ണമായിട്ടും തകർത്തു. അതായത് അവരുടെ ചൈന പാകിസ്ഥാന് കൊടുത്ത എയർ ഡിഫൻസ് സിസ്റ്റം എഫക്റ്റീവ് ആയിരുന്നില്ല. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, അമേരിക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധം സപ്ലൈ ചെയ്യുന്ന ഒരു രാജ്യമാണ് ചൈന. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇന്ത്യ പാകിസ്ഥാൻ ആ വാർ ഉണ്ടാകുന്ന സമയത്ത് ലോക രാജ്യങ്ങളിങ്ങനെ ഉറ്റുനോക്കുകയായിരുന്നു. അതായത് അവരുടെ ആൾക്കാർക്ക് ശ്രദ്ധിക്കും ഏത് വെപ്പൺസാണ് കൂടുതൽ സ്ട്രൈക്ക് റേറ്റ്, ഏതാണ് ഹിറ്റ് റേറ്റ് കൂടുതലെന്നൊക്കെ. അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾക്ക് ഹിറ്റ് റേറ്റ് ഇല്ല. അതായത് തുർക്കിയുടെ ഒറ്റ ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണ് ടച്ച് ചെയ്തില്ല. ഇന്ത്യ അത് എഫക്റ്റീവായിട്ട് ഇന്ത്യയുടെ ഒരു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു. S-400 ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ആയിരുന്നു. ഒരു ഡ്രോൺ പോലും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല. അപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ ശരിക്കും ചൈനയും തുർക്കിയൊക്കെ എക്സ്പോസ്ഡ് ആയി. അവരുടെ വെപ്പൺസ് വേൾഡ് മാർക്കറ്റിൽ എക്സ്പോസ്ഡ് ആയി. അപ്പോൾ ഇതുവരെ മറ്റു രാജ്യങ്ങൾ ഇവരുടെ വെപ്പൺസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇനി മുതൽ അത് വാങ്ങി
വാങ്ങില്ല, മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൾപ്പെടുത്തി മേക്ക് ഇൻ ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുത്ത വെപ്പൺസ് ആയിരിക്കും ഇനി അവർ വാങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ വെപ്പൺ മാർക്കറ്റിൽ ഈ ചൈനക്കായാലും തുർക്കിക്കായാലും വലിയൊരു അടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ പാകിസ്ഥാൻ നാണം കെട്ടിരിക്കുകയാണ്, അവരെ കാര്യം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ എന്താ പറയണ്ടേ, ഇന്ത്യ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വെപ്പൺ മാർക്കറ്റിലും കൂടി കൈവച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാര്യം പറയേണ്ട പിന്നെ ചൈനയിലൊക്കെ എന്താ പറയുക, ശരിക്കും ചൈനയുടെയൊക്കെ എഫക്ട് ചെയ്യും. മേക്ക് ഇൻ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച്